വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. പിന്നെ നമ്മുടെ ബയോളജീൻ്റെ എക്സാം ആയിരുന്നു. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ബോട്ടണി ആണോ സുവോളജി ആണോ ഈസി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് സുവോളജി വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബോട്ടണി എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു. ഞാനങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടായിരുന്നില്ല ബോട്ടണി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടാണ് പോയത്. പക്ഷേ പേപ്പർ വലിയ സിമ്പിളായിരുന്നു എന്ന് പറയാം. പക്ഷേ ഞാൻ പഠിക്കാണ്ട് പോകാണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് സുവോളജി പറയാം. ബോട്ടണിയിൽ എനിക്ക് വലുതായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. അപ്പോൾ സുവോളജിയിൽ 5 വൺ വേർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മിസ്സിങ് വേർഡ് എയും ബിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് സ്പീഷീസ് ജീനസ്, പിന്നെ ഞാൻ എ ഫാമിലിയും ബി ക്ലാസ് വരുന്ന എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ അമിനോ ആസിഡിൻ്റെ 2 സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. അതിൽ എ എന്ന് പറയുന്നത് ഗ്ലൈസിനായിരുന്നു, ബി ഞാൻ അലനിനാണ് അതിൻ്റെ ആൻസർ. പക്ഷേ ഞാൻ സെറിനായിരുന്നു എഴുതിയിട്ടുണ്ട്, ചെറിയൊരു മാറിപ്പോയി. അപ്പോൾ അതും മാർക്ക് അങ്ങനെ പോയി. പിന്നെ മൂന്നാമത്തത് എനിക്ക് കിട്ടിയില്ല, എന്താ പെക്ടോറൽ ഗ്രിഡിലാണെന്ന് തോന്നുന്നു, സ്കാപ്പില എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ. പിന്നെ നാലാമത്തെന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോക്സിൻ ഹോർമോൺ. പിന്നെ എന്തുവാ അഞ്ചാമത്തെന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റിഗ്മോയിഡ് ഷേപ്ഡ് കർവ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ. അത് ഏത് കർവാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഗ്രാഫ് എന്ന് പറയും. പിന്നെ 6th വൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു ബോഡി ക്യാവിറ്റി, അത് സ്യൂഡോസിലമേറ്റ്. പിന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തത് അതിലത്തെ 2 ആനിമൽസിന് അത് എഴുതാൻ പറഞ്ഞിട്ട്, അത് സെക്കൻഡും ഫോർത്തും ആയിരുന്നു അതിൻ്റെ ആൻസർ. ഞാൻ വേറെന്തോ എഴുതി വെച്ചേ. പിന്നെ ഏഴാമത്തത് കോർഡേറ്റേൻ്റെ ഡിവിഷൻസ് വന്നിട്ട് അതിൽ ഫില്ല് ചെയ്യാൻ പറ്റായിരുന്നു. എ സെഫാലോ കോർഡേറ്റ, ബി നാത്തോസ്റ്റൊമാറ്റ ആയിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ രണ്ടാമത്തത് എക്സാമ്പിൾ എഴുതാൻ പറ്റായിരുന്നു യൂറോ കോർഡേറ്റേൻ്റെ, അത് ഞാൻ എന്തോ ഇൻസെക്റ്റോ സ്നെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി, അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എട്ടാമത്തെന്ന് പറയുമ്പോൾ കറക്റ്റ് മാച്ച് പേയേഴ്സിന് മീൻസ് സെലക്ട് ചെയ്ത് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എയും സിയും മൊളസ്ക റേഡുല, പിന്നെ സി ടീനോഫോറ കോംപ്ലേറ്റ്, അത് എഴുതി. പിന്നെ 9ാമത്തത് ഫ്രോഗിൻ്റെ ബ്രെയിനെ കുറിച്ച് ചോദിച്ച്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, അത് ഫില്ല് ചെയ്യാൻ പറ്റായിരുന്നു. മിഡ് ബ്രെയിനിൽ ഞാൻ ഒപ്റ്റിക് ലൂപ്സ് എഴുതി, ബാക്കി 3 ഫോർ ബ്രെയിനിലോട്ട് എഴുതി. പിന്നെ ഹൈൻഡ് ബ്രെയിൻ ഫില്ലാണല്ലോ. പിന്നെ 10ാമത്തത് എൻസൈം 1ാമത്തത് ഞാൻ ഓക്സിഡോറിഡക്റ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻസൈം എഴുതി. പിന്നെ 2ാമത്തേന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ് എൻസൈം, അങ്ങനെ അത് എഴുതി വെച്ചു. പിന്നെ 11ാമത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അത് ഞാൻ ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ബോക്സൊക്കെ വരച്ച് കറക്റ്റ് എല്ലാം ശരിയായിരുന്നു. പക്ഷേ അവസാനം ഞാൻ കുറച്ചും കൂടി സമയമുള്ളപ്പോൾ ഞാൻ ഒന്നും എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മാച്ച് ദ ഫോളോയിങ് എന്തോ ഒരു ഡൗട്ട്. കൊളാജൻ എൻസൈം അല്ലേ, അപ്പം നേരെ വരച്ചാൽ റെഡി ആവൂലേ വെച്ചിട്ട് ഫസ്റ്റ് എല്ലാം കറക്റ്റാക്കി വരച്ചതാണ്. കൊളാജൻ ഇൻ്റർസെല്ലുലർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അത് വരച്ചതായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഡൗട്ട് കൊണ്ട് പിന്നെ അവസാനം ഞാൻ ഒന്നും കൂടെ ആ ഒരു ബോക്സ് വരച്ചിട്ട് കൊളാജൻ എൻസൈമും ഇൻസുലിൻ എനേബിൾസ് ഗ്ലൂക്കോ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി ഫുൾ തെറ്റിച്ചു. ആ 4 മാർക്ക് ഞാൻ കളഞ്ഞു. ഫസ്റ്റ് ശരിയാക്കി എഴുതിയതായിരുന്നു എൻ്റെ മണ്ടത്തരം. പക്ഷേ ഇപ്പോൾ മോഡൽ എക്സാം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ പബ്ലിക് എക്സാമിനാണ് നമ്മളിങ്ങനെ ചെയ്തെങ്കിൽ അയ്യോ ഓർക്കാനും കൂടി വയ്യ. പിന്നെ 12ാമത്തേന്ന് പറയുന്നത് എർത്രോബ്ലാസ്റ്റോസിസ് ഫ്യൂട്ടാലിസിൻ്റെ അതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. 1ാമത്തെന്ന് പറയുന്നത് മദറിൻ്റെയും ഫ്യൂട്ടസിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ്, മദറിൻ്റെ നെഗറ്റീവും ഫ്യൂട്ടസിൻ്റെ പോസിറ്റീവും. പിന്നെ 11ാമത്തത് അതിൻ്റെ തന്നെ 12ാമത്തേന് 2ാമത്തേന്ന് പറയുമ്പോൾ അതിൻ്റെ അവോയ്ഡ് ചെയ്യാൻ ഇൻകമ്പാറ്റിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ ഇഞ്ചെക്ഷൻ ആർച്ച് ആൻറ്റിബോഡീസ് അത് ഇഞ്ചെക്ട് ചെയ്യാൻ. പിന്നെ 13ാമത്തത് ECGൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ട് അത് ഇലക്ട്രോ കാർഡിയോഗ്രാം. പിന്നെ അതിൻ്റെ തന്നെ 2ാമത്തെന്ന് പറയുമ്പോൾ ആട്രിക്കുലർ ഡീപോളറൈസേഷനും വെൻട്രിക്കുലർ ഡീപോളറൈസേഷനും ഫില്ല് ചെയ്യാൻ പറ്റായിരുന്നു. ഏട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ പി വേവും വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ QRS കോംപ്ലക്സും. 14ാമത്തത് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായിരുന്നു. അതും ഞാൻ ബിയും സിയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എഴുതി. പിന്നെ അവസാനം ഞാൻ ഒന്നും കൂടെ എല്ലാം ഒന്ന് വായിച്ചു നോക്കി, അപ്പോഴും ഇതിലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എഴുതിയത് സിയും എയും എന്താ ജി സെൽസ് അല്ലേ, അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ എയും സിയും ആയിരുന്നു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത് അവസാനം. ആദ്യം ഞാൻ കറക്റ്റായിട്ട് എഴുതി വെച്ചതാണ്, എൻ്റെ മണ്ടത്തരം കാരണം ഞാൻ പിന്നെയും തെറ്റിച്ച് എഴുതി. ഇപ്പോൾ മോഡൽ എക്സാം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ
അപ്പോൾ അങ്ങനെ എഴുതി വെച്ചു. അതും തെറ്റി, 1 മാർക്ക് കിട്ടുമായിരിക്കും തോന്നുന്നു അല്ലേ. പിന്നെ 15ാമത്തത് റിപ്സിനെ കുറിച്ച് ചോദിച്ചിട്ടായിരുന്നു. അതിൽ എ എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ റിപ്സ്, മറ്റേത് ബി പറയുമ്പോഴത്തേക്കും ഫാൾസ് റിപ്സ്. പിന്നെ 16ാമത്തത് ഇതിൻ്റെ ഡെഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എ എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ്, അത് ഇൻസുലിൻ്റെ. പിന്നെ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എ ഡി എച്ചിൻ്റെ അല്ല, എ ഡി എച്ച് അല്ല, വാസോപ്രസിൻ്റെ അത് രണ്ടും ഒന്നുണ്ട്. വാസോപ്രസിൻ്റെ ഡെഫിഷ്യൻസിയാണ്. പിന്നെ 17ാമത്തത് ഐഡൻറ്റിഫൈ ദ ഫൈലം ഓഫ് ആനിമൽസ്. അത് ഫസ്റ്റ് എ പോരിഫെറ, ബി ആർത്രോപോഡ, സി ഞാൻ മൊളസ്ക് എഴുതി വെച്ചത്, പക്ഷെ അതിൻ്റെ ആൻസർ എക്കിനോഡർമേറ്റ ആയിരുന്നു. അപ്പോൾ അതും തെറ്റിപ്പോയി. പിന്നെ അതിൻ്റെ തന്നെ സിമെട്രി, ഫസ്റ്റ് അസിമെട്രിക്കൽ, പിന്നെ ബി ബൈലാറ്ററൽ സിമെട്രിക്കൽ അല്ലേ, പിന്നെ സി റേഡിയൽ സിമെട്രി. പിന്നെ അതിൻ്റെ തന്നെ 18ാമത്തെന്ന് പറയുമ്പോഴത്തേക്കും ടൈഡൽ വോളിയം, റെസിജ്വൽ വോളിയം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ടൈഡൽ വോളിയം ഒക്കെ കറക്റ്റ് എഴുതി, വോളിയം ഓഫ് എയർ പേഴ്സൺ നോർമലി അങ്ങനെ എഴുതി. പിന്നെ ഞാൻ കറക്റ്റ് 2ാമത്തേലോട്ട് പോയി. റെസിജ്വൽ വോളിയത്തിനായിരുന്നു ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു റെസിജ്വൽ വോളിയം എഴുതാൻ മറന്നുപോയി, എൻ്റെ ഒരു മുൻതരം. അപ്പോൾ അത് എഴുതിയില്ല. റെസിജ്വൽ വോളിയം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അറിയായിരുന്നു, മീൻസ് റിമൈൻഡ് ചെയ്യുന്ന വോളിയം, പക്ഷേ എഴുതിയില്ല ഗൈസ്. അപ്പോൾ പിന്നെ അതിൻ്റെ തന്നെ 2ാമത്തേന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ്, വോളിയം ഓഫ് എയർ ഇൻവോൾവ്സ് ഇൻ ദ ബ്രീത്തിങ് മൂവ്മെൻറ്റ്സ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ യൂസിങ്, അത് സ്പൈറോമീറ്റർ. പിന്നെ 19ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും യൂറിൻ ഫോർമേഷനെ കുറിച്ച് ചോദിച്ചാൽ, പിന്നെ അതിൽ ഫസ്റ്റ് തന്നെ വോളിയം ഓഫ് ബ്ലഡ് ഈസ് ഫിൽറ്റേർഡ് ബൈ ദ കിഡ്നി പെർ മിനിറ്റ്. അത് ഞാൻ എഴുതിയത് 300 ml എന്തോ ആണ്, പക്ഷേ എൻ്റെ കറക്റ്റ് ആൻസർ 1200 ആണ്. അപ്പോൾ അത് തെറ്റി. പിന്നെ അതിൻ്റെ തന്നെ 2ാമത്തത് GFRൻ്റെ റേറ്റ്, അത് 125 ml, അത് കറക്റ്റാക്കി. പിന്നെ അതിൻ്റെ തന്നെ 3ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലോമറോ ഫിൽട്രേറ്റ് എന്തിനാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ എക്സെപ്റ്റ് പ്രോട്ടീൻ, ബാക്കിയുള്ള എല്ലാ എസെൻഷ്യൽ സാധനങ്ങളും ഇങ്ങനെ ഫിൽട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് എഴുതിയത്, പക്ഷേ അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ 20ാമത്തത് മറ്റേ സിനാപ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എ ആക്സോൺ ടെർമിനൽ, ബി സിനാപ്റ്റിക് വെസിക്കിൾ, സി പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പിന്നെ ഡി സിനാപ്റ്റിക് ലെഫ്റ്റ്. പിന്നെ ഇയും എഫും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എൻ്റെ ഒരു അപ്പോൾ ഞാൻ എഴുതിയത് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, പക്ഷേ എൻ്റെ കറക്റ്റ് ആൻസർ റിസപ്റ്റർ ആയിരുന്നു. പിന്നെ എഫ് ആയിരുന്നു പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, അതിൻ്റെ മാർക്ക് പോയി. അപ്പോൾ അതായിരുന്നു നമ്മളെ സുവോളജി ഗൈസ്. സുവോളജി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയാം, അത്യാവശ്യം എല്ലാം അറിയാം. കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് മൊത്തം ഫസ്റ്റൊക്കെ കുറച്ച് കറക്റ്റ് എഴുതി, പിന്നെ അവസാനം പിന്നെ ഒന്നുകൂടെ അത് തെറ്റിച്ച് എഴുതി. അങ്ങനെ ഒരു 5-6 മാർക്ക് അങ്ങനെ ഞാൻ മണ്ടത്തരം കാട്ടിയിട്ട് അങ്ങനെ സുവോളജിയിൽ പോയി. കുഴപ്പമില്ല, നമുക്ക് മോഡൽ എക്സാമല്ലേ, പബ്ലിക് എക്സാമിൽ ഇത് ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അപ്പോൾ നമുക്ക് ബോട്ടണിയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിങ്, മറ്റേ റിലേഷൻ ബിറ്റ്വീൻ അത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഹോട്ട് സ്പ്രിങ് തെർമോസിഡോഫൈൽസ് എഴുതി. പിന്നെ ഇംപെർഫെക്റ്റ് ഫംഗി ഡ്യൂറ്ററമൈറ്റ്സ് ആയിരുന്നു, പക്ഷേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അത് എഴുതിയില്ല. പിന്നെ 2ാമത്തത് സ്റ്റോർഡ് ഫുഡ് ഓഫ് റെഡോഫൈസിയ, അത് ഞാൻ സ്റ്റാർച്ചായിരുന്നു എഴുതിയത്, പക്ഷേ ഫ്ലോറൈഡിയൻ സ്റ്റാർച്ച് ആണ് ആൻസർ. അപ്പോൾ പിന്നെ 3ാമത്തേന്ന് പറയുമ്പോഴത്തേക്കും പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, അപ്പോൾ അത് ലീവ്സ് ഓഫ് സ്റ്റെം ഓർ ബ്രാഞ്ച്, അപ്പോൾ ഫൈലോടാക്സി അങ്ങനെ എഴുതി വെച്ചു ഗൈസ്. 1 വേർഡൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ തട്ടിക്കൂട്ടി എഴുതി വെച്ചു, പകുതി തെറ്റാണ്. പിന്നെ ഞാൻ എഴുതിയതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ വേറെയൊക്കെ എഴുതിയത് 6ാമത്തത് ഡയറ്റോമേഷ്യസ് എർത്ത് എഴുതി, അങ്ങനെ അക്യുമുലേഷൻ അങ്ങനെ. പിന്നെ അതിൻ്റെ യൂസസ് പോളിഷിങ്, പിന്നെ ഫിൽട്രേഷൻ ഓഫ് സിറപ്സ്, ഓയിൽസ്, അത് എഴുതി. പിന്നെ എഴുതിയത് കൺജോയിൻ്റ് ആൻഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ, അങ്ങനെ അത് എഴുതി. പിന്നെ എന്താ പറയുക, പിന്നെ ബാക്കിയുള്ളത് ഞാൻ തട്ടിക്കൂട്ടി എഴുതി വെച്ചു, എൻ്റേതായ കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ട് അങ്ങനെ എഴുതി വെച്ചു. ശരിയാണോന്ന് അറിയില്ല, ഞാൻ മര്യാദയ്ക്ക് പഠിക്കാണ്ട് പോയിട്ട് തന്നെയാണ് ബോട്ടണി. പിന്നെ എഴുതി വെച്ചത് എത്തിഫോണിനെ കുറിച്ച് ചോദിച്ചായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ഫ്രൂട്ട് റൈപ്പണിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ 16ാമത്തത് അബ്സിസിക് ആസിഡ്, അതിലെന്താ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത്, മറ്റേ സ്റ്റൊമാറ്റോൻ്റെ ക്ലോസ്റ്റർ കാരണം. അങ്ങനെ കുറച്ച് എനിക്ക് അറിയുന്ന മാത്രമേ ഞാൻ കറക്റ്റ് ഓർത്ത് എഴുതി, മീൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ വന്നപ്പോൾ അത് എഴുതി. ബാക്കിയുള്ളതൊക്കെ ഞാൻ തട്ടിക്കൂട്ടി എന്തോ എഴുതി വെച്ചു. പിന്നെ
17ാമത്തെ എനിക്ക് അത്യാവശ്യം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ പ്ലാസൻറ്റേഷനെ കുറിച്ച്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് അത് ഞാൻ എഴുതി. അറേഞ്ച്മെൻറ്റ് ഓഫ് ഒവ്യൂൾസ് ഇൻ ദ പ്ലാസൻറ്റ ഓഫ് ഓവറീസ് അത് എഴുതി. പിന്നെ അതിൽ എ എന്ന് പറയുന്നത് മാർജിനലാണ്. പിന്നെ ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ആക്സിയലും പെരിയാൻഡലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പം അങ്ങനെ. പിന്നെ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീ സെൻട്രൽ, ഇ ബേസിൽ പ്ലാസനേഷൻ. പിന്നെ 18ാമത്തതും അങ്ങനെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി എഴുതി ഗൈസ്. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് എഴുതിയത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയും സിട്രിക് ആസിഡ് സൈക്കിളും ഞാൻ പഠിച്ചത് രീതിയിൽ എന്തോ ഓർമ്മയിൽ ഞാൻ അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ ബോട്ടണി എന്ന് പറയുമ്പോൾ ഫുൾ തട്ടിക്കൂട്ടി എഴുതി വെക്കുകയോ ചെയ്തത് ഞാൻ മര്യാദയ്ക്ക് പഠിക്കാനായിട്ടാണ്. അപ്പോൾ ഇനി പബ്ലിക് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബോട്ടണി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ. സുവോളജി അത്യാവശ്യം അറിയാം, എന്നാലും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തില്ല ഇങ്ങനെ കുറേ മണ്ടത്തരം കെട്ടി വെക്കും. മൊത്തം കൺഫ്യൂഷനായിരുന്നു, എന്താ പറയുക. അപ്പോൾ അങ്ങനെയായിരുന്നു സുവോളജി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ബോട്ടണി അത്യാവശ്യം എനിക്ക് ടഫായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇനി നമുക്ക് സ്റ്റഡി ലീവാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ പോലെ ഇടണമെന്ന്. അപ്പോൾ ഇടണം വേണ്ടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ നാളെ എടുക്കാം. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ വേണോ വേണ്ടതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.